ഇതാ നമുക്കിപ്പോൾ ഈ ഒരു പീസാണുള്ളത്, ഈ ഒരു പീസ്. അപ്പോൾ ഇതിനെ നമ്മൾ മറിച്ചിട്ടിട്ട് ഇത് ഇവിടെ കൂടെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയും ഒന്ന് അടിച്ചെടുക്കുക. ഒരു സൈഡ് അടിച്ചാൽ മതി കേട്ടോ. ഒരു സൈഡ് ഓപ്പൺ ആണേ, ഒരു സൈഡ് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനൊന്ന് നൂത്തെടുക്കുക. അതിൻ്റെ തുമ്പൊക്കെ നല്ലോണം നൂത്തെടുക്കണം, കാരണം നമുക്കിത് ആ തുമ്പെല്ലാം വരേണ്ടതാണ്. അതുകൊണ്ട് നല്ല നൂത്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഇത്രയും ഇങ്ങനൊരു വീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇനി ഇവിടെ ഒരു കൈ ഉണ്ടല്ലോ, ഇത് വെച്ച് അടിച്ചു വെച്ചിട്ടുള്ള കൈ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് മുകളിലോട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ആദ്യം ഇതിൻ്റെ കറക്റ്റിൽ നമ്മളിവിടെ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്, ആ കണക്കിന് നമ്മളിതിനെ വെച്ച് അടിച്ചെടുക്കുക. അടിക്കാനുള്ള. അപ്പോൾ ഇവിടെ നമ്മളിവിടെ അര ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് വയ്ക്കാൻ. കണ്ടോ, ഈ അര ഇഞ്ച് നമുക്ക് മറ്റേ തയ്യൽ തുമ്പിനാണ്. ഈ ഫിനിഷ് ചെയ്ത വശമാണ്, അതായത് നമ്മൾ മടക്കി അടിച്ച വശമാണ് ഈ മുകളിൽ വരേണ്ടത് കേട്ടോ. ഈ നടുക്ക് അല്ല, ഈ മുകളിൽ വരേണ്ടത് മടക്കി അടിച്ച വശമാണ്. ഇവിടെ നമുക്ക് തയ്ക്കേണ്ട, അവിടെ നമുക്ക് മറിച്ചടിക്കാനുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ പോയിക്കോളും. അപ്പോൾ നമുക്കിത് ഇവിടെ എത്തി. അപ്പോൾ ഈ ഒരു വള്ളി അങ്ങോട്ട് പിടിച്ചിട്ടിട്ട് അതിൽ തയ്ക്കരുത്, വള്ളിയിൽ തയ്ക്കരുത്. ഇതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് നമ്മൾ തയ്ക്കുക, ഇതിൻ്റെ മിഡിലിൽ. അപ്പോൾ ഈ ഒരു വള്ളി മാറ്റിയിടുക. കണ്ടല്ലോ, ഒരു വള്ളി മാറ്റിയിട്ടു. എന്നിട്ട് വീണ്ടും ഒരു തയ്യൽ നമ്മൾ ഒരു തയ്യലൂടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എടുത്തല്ലോ. എന്നിട്ട് നമ്മൾ ഈ വള്ളിയെ പിടിച്ച് ഇതിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് വള്ളിയിൽ കൊള്ളാതെ ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ അവിടെ കൂടെ ഒരു തയ്യലൂടെ. എന്നിട്ട് നൂലങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അവിടുത്തെ ഇത് നൂല് ഇവിടെ വെച്ചിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു തയ്യൽ, അതായത് ഈ വള്ളി പൊട്ടി വരാത്ത രീതിയിൽ ഒരു തയ്യലൂടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ എൻഡ് വേണ്ട നമുക്ക്. പക്ഷേ ഇവിടുത്തെ നമുക്ക് ഈ നൂല് നല്ല കട്ട് ചെയ്ത് കളയണം. ഈ നൂല് നമുക്ക് വേണ്ട. ഇവിടെ നമ്മൾ ഈ വള്ളിയിൽ തച്ചിട്ടില്ലല്ലോ, ഈ സൈഡിലല്ലേ തച്ചിട്ടുള്ളൂ. നമ്മൾ ആ മടക്കി അടിച്ച സൈഡായതുകൊണ്ട് ഇവിടെ നല്ല ഫിനിഷാണ്. കണ്ടോ, ഈ വള്ളി നമുക്ക് ഇങ്ങനെ വരണം, കെട്ടുമ്പോൾ ഇങ്ങനെ വരണം. അതിനുവേണ്ടിയാണ് ഇത് തയ്യൽ തുമ്പിൽ പോകട്ടെ. എന്നിട്ട് നമുക്കിതിനെ നമുക്ക് മറിച്ചിട്ടിട്ട് ഇവിടെ അടിച്ച് ഇതിനകത്തൂടെ വയ്ക്കാം. ഇത് ഈ തയ്യൽ തുമ്പ് ഉള്ളിൽ പോയി. ഈ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകും. കണ്ടോ, ഇതങ്ങ് ഉള്ളിൽ പോയി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ ഒരടി അടിച്ചെടുക്കണം. ഏത് വശത്ത്? ഈ വള്ളി വെച്ചേക്കുന്ന വശത്തല്ല, ഇങ്ങോട്ട് തിരിച്ച് ഈ അകത്ത് പോകുന്ന വശത്തുകൂടെ വെച്ചിട്ട് ഒരടി അടിച്ചെടുക്കാം. കണ്ടോ, കണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ. എന്നിട്ട് നമ്മളിതിനെ മറിച്ചിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു തയ്യലൂടെ കൊടുക്കണം. അതായത് ഇവിടെ ഒരു തയ്യലൂടെ കൊടുക്കണം. അപ്പോൾ ആ കെട്ട് നിങ്ങൾ എത്ര ഇറുക്കി വലിച്ചു പിടിച്ചാലും പൊട്ടി വരത്തില്ല കേട്ടോ. എന്നിട്ട് ഒരു തയ്യലൂടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ 2 പീസും കൂടെ ചേർത്ത് ഒരു തയ്യൽ കൊടുക്കണം. ഇതിൽ പിടിച്ച് തയ്ക്കരുത്. ഈ എൻഡ് കണ്ടോ, ഈ തയ്യൽ തുമ്പിട്ടേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ. നമുക്കിവിടെ ഇതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ വരരുത്, ഇതിൽ തയ്യൽ പിടിക്കാതെ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നടുക്ക്, ഈ ഞുറിയുടെ നടുക്ക് ഭാഗത്ത് കറക്റ്റ് നടുക്കിൽ ആദ്യം നടുവിൽ പിടിച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തച്ച് വരുമ്പോൾ ഈ വള്ളിയുടെ സ്ഥാനം മാറിപ്പോകും. അപ്പോൾ ഈ വള്ളിയുടെ നടുക്കായിട്ട്, 2 വള്ളിയുടെ നടുക്കായിട്ട് ഈ കൈയുടെ നടുക്ക് ഭാഗം തച്ചെടുക്കുക. ആദ്യം ഒരു സൈഡ് തയ്ക്കുക, പിന്നീട് മറ്റേ വശം കൂടെ തയ്ക്കുക. നമ്മളാദ്യം ഇതിൻ്റെ നടുക്ക് തയ്ക്കുക. ആ വള്ളിയിൽ തയ്യൽ പറ്റരുത് കേട്ടോ. വള്ളിയിൽ പിടിച്ചാൽ നമുക്ക് കെട്ടാൻ പറ്റത്തില്ല.
അതായത് അത് വലിച്ച് കെട്ടുമ്പോഴത്തേക്കും ചുരുങ്ങി വരുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ വള്ളിയിൽ കെട്ടി വെച്ചാൽ പിന്നെ വള്ളി നീങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വള്ളിയിൽ പറ്റാതെ ഇങ്ങനെ തയ്ച്ചെടുക്കണം. നമുക്കിവിടുന്ന് ഇനി ലോക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമുക്കിപ്പോൾ ഈ കൈ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന് നമുക്ക് വലിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പം നമുക്കിതിന് 2 ചെറിയ ടസിൻസ് കൂടെ തച്ചിടാം അല്ലേ. 2 കുട്ടി ടസിൻസ് തയ്ക്കാൻ അറിയാമല്ലോ. ചെറുത് ഒറ്റയാണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുക്കുക, അതിനെ മുക്കോട് മുക്ക് പിടിക്കുക. ഇതിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരടി കൊടുക്കുക. ഈ പ്ലേറ്റിലും ഈ വള്ളിയിലും അതുപോലെ നമ്മൾ വെച്ചിട്ട് ഒരടി കൊടുക്കുക. മുക്ക് പിടിച്ചിട്ട് വേണം അടിക്കുക. മുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക. മുക്ക് പിടിച്ചിട്ട് ഞാൻ അടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കോണ് ചേർത്ത് ഇങ്ങനെ പിടിക്കുക. ഇത് സിംഗിളാണ് കേട്ടോ, ചെറിയ ഒരു ടസിൻസ് കൊടുക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഒരുപാടെണ്ണം കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കത് വേണ്ട, ഒരു ചെറിയ കെട്ടായതുകൊണ്ട് ഒരു കുഞ്ഞ് ടസിൻസ് മതി. അതും തുണിയിൽ തന്നെ മതി. ഇതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് 2 തയ്ച്ചിട്ടാൽ മതി കേട്ടോ. വേണ്ട, ഇവിടെ ഒരു ഉരുക്കി കൊടുക്കുക. അപ്പോൾ ആ നൂലിളവി വരത്തില്ല കേട്ടോ. ഇങ്ങനെ 2 ടസിൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കെട്ടിയിടുമ്പോൾ. പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു നല്ല മോഡലാണ്. ഒരു കൈ ഫ്രോക്കിനൊക്കെ പറ്റിയ ഒരു മോഡലാണ്. പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കൈയാണ്. ഇതുപോലെ ഞാൻ ഇനി കുറച്ച് വീഡിയോയിൽ ഇതുപോലത്തെ ടിപ്സുകൾ ഓരോ പാർട്ടുകൾ തയ്ക്കുന്നത് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇത് തയ്ച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ട് വരാം. അയൺ ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൈ ഞാൻ കൂടുതൽ വെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് അയൺ ചെയ്തിട്ട് വരട്ടെ. ഈ കൈ കണ്ടോ, എന്ത് നല്ല ഭംഗിയുള്ള കൈയെന്ന് നോക്കിക്കേ. ഇത് നമുക്കിനി ഇവിടെ ചുരുക്കി കെട്ടാൻ പറ്റും കേട്ടോ. അത് നമുക്ക് ഇതുപോലെ പിടിച്ച് ചുരുക്കി കെട്ടി വയ്ക്കാൻ പറ്റും.